2019 ഇതേ മാതൃഭൂമി ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കുമാരി രമ്യ ഹരിദാസ് പറയുകയുണ്ടായി, പ്രളയത്തിൽ തകർന്നുപോയ എരുത്തേമ്പതി വില്ലൂന്നി പാലം പുനർനിർമ്മിച്ചു കൊടുക്കുന്നു പറയാം. അതിൽ എന്ത് നടപടിയാണ് ഉണ്ടായത്? ഒരു വിഹിതം പോലും അവിടെ പോയി പാട്ടുപാടിയതല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, കൃഷിക്കാരനെ കാണുമ്പോൾ പാട്ടുപാടുകയല്ലാതെ അന്തർ സംസ്ഥാന നദീജല കരാറിൽ എന്ത് നടപടിയാണ് പാർലമെന്റിൽ അവർ ചെയ്തത്? ശരി, പാർലമെന്റിന്റെ രേഖകൾ പരിശോധിക്കുക. അവർ കൃത്യമായി നെൽകർഷകർക്ക് വേണ്ടി. പിന്നെ ഈ അന്തർ സംസ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ പറമ്പിക്കുളം ആളിയാർ പദ്ധതി പുതുക്കാതെ ഈ ചിറ്റൂർ മേഖലയിൽ ആളുകൾ നെല്ലിന് തീയിട്ടത് നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നം കൊണ്ടാണ്. നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ആ കരാർ പുതുക്കാത്തത് കൊണ്ടാണ് അവിടെ കർഷകർക്ക് തീയിടേണ്ടി. പാർലമെന്റിൽ എണീറ്റ് നിന്ന് പാട്ടുപാടിയതല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം ഈ ദേശാഭിമാനി വായിച്ചിട്ട് കൈരളി ചാനൽ കണ്ട് വർത്തമാനം പറയരുത്. പാർലമെന്റിന്റെ രേഖകൾ പരിശോധിക്കുക. 6/12/2023 അവർ വളരെ കൃത്യമായി നെൽകർഷകർക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചതിന്റെ വളരെ കൃത്യമായിട്ടുള്ള പരമാവധി ഫണ്ടുകൾ പാർലമെന്റിന്റെ സ്റ്റാറ്റിക്സ് ആണ്. പാർലമെന്റിന്റെ സ്റ്റാറ്റിക്സ് ഒരു ചോദ്യം ഈ ചിറ്റൂരിലെ ജനത്തിനു വേണ്ടി ഒരു ചോദ്യം രമ്യ ഹരിദാസ് ചോദിച്ചത് ചോദിച്ചിട്ടില്ല. കൃത്യമാണല്ലോ. കാലത്ത് ഒരു പ്രസംഗം, ഒരു വീഡിയോ കാണിക്കൂ. നിങ്ങളുടെ വീഡിയോ കാണിക്കാനുള്ള ചെലവ് ഡിവൈഎഫ്ഐക്കാർ ചെയ്യും, ഡിവൈഎഫ്ഐക്കാർ കൊടുക്കും. ഒരു ചിറ്റൂരിലെ പാർലമെന്റിന്റെ രേഖകൾ പരിശോധിക്കുക. നിങ്ങള് പാർലമെന്റിന്റെ രേഖകൾ പരിശോധിക്കുക. നെൽകർഷകർക്ക് വേണ്ടി വളരെ കൃത്യമായ വിഷയങ്ങൾ ലോകസഭാ ചാനലിൽ മുഴുവൻ വീഡിയോയും കിട്ടും. രമ്യ പാട്ടുപാടിയതല്ലാതെ രമ്യ പ്രസംഗിച്ച ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഇട്ടാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം കൈരളി ചാനലിലല്ല, കൈരളി ചാനൽ കാണാനല്ല പറഞ്ഞത്. നിങ്ങൾ പാർലമെന്റിന്റെ രേഖകൾ പരിശോധിക്കണം. പാർലമെന്റിന്റെ രേഖകൾ